നമസ്കാരം. അങ്ങനെ ഇന്നത്തെ ഒരു വ്ളോഗ് നമുക്കിവിടെ ആരംഭിക്കാം. കഴിഞ്ഞ 5 മാസത്തോളമായിട്ട് നിങ്ങൾ എൻ്റെ ചാനലിൽ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ഏറ്റവും കൂടുതൽ വ്ളോഗ് എടുത്തിരിക്കുന്ന ഗുരുവായൂർ അമ്പലത്തിൽ കഴിഞ്ഞൊരു 5 മാസത്തോളമായിട്ട് ഞാൻ പോയിട്ടുമില്ല, വീഡിയോ എടുത്തിട്ടുമില്ല. അപ്പോൾ ദിസ് ഈസ് ദ ടൈം ഫോർ അനദർ ഗുരുവായൂർ വ്ളോഗ്. ഇന്നലെ വൈകുന്നേരം എൻ്റെ അമ്മൂമ്മയ്ക്ക് ഒരാഗ്രഹം, ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴണം എന്നൊരാഗ്രഹം. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇന്നലെ ഞായറാഴ്ചയാണ്, ഇന്നലെ പിന്നെ വൈകുന്നേരമായി. അപ്പോൾ നമ്മളത് ഇന്നത്തേക്ക് മാറ്റി. ഇന്ന് തിങ്കളാഴ്ചയാണ്, അപ്പോൾ തിരക്ക് കുറച്ച് കുറവായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. വലിയ പ്രതീക്ഷയൊന്നുമില്ല, തിരക്കൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ. എന്നാലും വീക്ക് ഡേയ്സിൻ്റെ തിരക്ക് കുറവായിരിക്കും വീക്കെൻഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ മഴയും ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. നമ്മൾ ഏർലി മോർണിംഗ്, ഇപ്പോൾ സമയം 4:45. ഇതൊക്കെ എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഏർലി മോർണിംഗ് തന്നെയാണ്. നമ്മൾ 4:45 5:15 നമ്മൾ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. വണ്ടി പറഞ്ഞിട്ടുണ്ട്, കാരണം നമുക്ക് ആൾക്കാരുണ്ട്, അത്യാവശ്യം 6-7 ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ പോകാൻ പറ്റില്ല, അത് മാക്സിമം 5 പേർക്കല്ലേ പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ വണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആരംഭിക്കുന്നു ഒരു ഗുരുവായൂർ യാത്ര, മറ്റൊരു ഗുരുവായൂർ യാത്ര. രാവിലെ 5:20 ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അമ്മമ്മയും അമ്മായിയും അമ്മയും അജിമാമയും അച്ഛനും ഞാനും കൂടിയാണ് ഗുരുവായൂരിലേക്ക് പോകുന്നത്. അമ്മമ്മേ തിരിഞ്ഞ് ശരി, അവിടെ എത്തിയിട്ട് മതി. ഓരോ തവണ ഗുരുവായൂർ വ്ളോഗ് എടുക്കുമ്പോഴും ഒരു ചലഞ്ചസ് ആണ്. കാരണം ഗുരുവായൂരിൽ പോകുമ്പോഴുള്ള കാഴ്ചകൾ നിങ്ങൾക്കറിയാലോ, എല്ലാം ഒരു സെയിം പാറ്റേണൊക്കെ തന്നെയാണ് എപ്പോൾ പോയാലും. പക്ഷേ ആ ഒരു അനുഭവം അല്ലേ, അത് ഓരോ തവണ പോകുമ്പോഴും കുറച്ച് വ്യത്യസ്തമാണ്. പക്ഷേ ആ അനുഭവം നിങ്ങളിലേക്ക് അതേപോലെ എത്തിക്കണമെങ്കിൽ കുറച്ച് വ്യത്യസ്തരമാവണം സാധാരണ ചെയ്യുന്നതിൽ നിന്നും. ഇത്തവണ എന്തായാലും കുറച്ചും കൂടിയൊക്കെ ടോക്കറ്റീവ് ആക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വ്ളോഗ് ഇൻട്രാക്റ്റീവ് വ്ളോഗ്. ശരി, ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, കൂടുതലുള്ളവർ വിചാരിക്കണം. നമുക്ക് നോക്കാം. നേരം വെളുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ വലിയ കാഴ്ചകളൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഈ ഒരു സമയത്ത്. നമ്മളങ്ങനെ പതുക്കെ പതുക്കെ പട്ടാമ്പി എത്തി. ഭാരതപ്പുഴയിലൊക്കെ അത്യാവശ്യം നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. എങ്ങനെ കയറാതിരിക്കുക? കഴിഞ്ഞ 4 ദിവസമായിട്ട് നല്ല മഴയല്ലേ. കുറേ ബസ്സുകൾ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്, അവരുടെ രാവിലത്തെ ട്രിപ്പ് സ്റ്റാർട്ടാവാൻ പോകുന്നേ ഉള്ളൂ. ഈ പട്ടാമ്പിയിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള റോഡുണ്ടല്ലോ, ഭയങ്കര മോശമാണ്. എന്നാലും രാവിലെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. 2 ദിവസത്തെ ഒഴിവൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ തുറക്കുമല്ലോ എന്ന് വിചാരിച്ച് പിള്ളേരൊക്കെ ഇങ്ങനെ ഹോംവർക്കൊക്കെ ചെയ്യാൻ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് കളക്ടർ പറയുന്നതിന് കാരണമുണ്ട്, മഴ. ഞായറാഴ്ച രാത്രി ആയപ്പോഴേക്കും മഴ വന്നു. അപ്പോൾ ചില കളക്ടർമാർ, അതായത് കാസർഗോഡ് ജില്ല, വയനാട്, തൃശ്ശൂർ, അങ്ങനെ പല ജില്ലകളിലെ കളക്ടർമാർ അവധി കൊടുത്തു. പക്ഷെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ കളക്ടർ കറക്റ്റ് സമയത്ത് അവധി കൊടുത്തില്ല. അപ്പോൾ നമ്മുടെ പാലക്കാടിലെ പിള്ളേർ വെറുതെ ഇരിക്കുമോ, അവർ പോയിട്ട് നേരെ കളക്ടറുടെ ഓഫീസിൽ പോയിട്ട് ചിലവരൊക്കെ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ചിലവരൊക്കെ ഓർഡർ ഇടാൻ തുടങ്ങി, ഞങ്ങൾക്കും വേണം. അവസാനം നമ്മുടെ മഹാമനസ്കനായ കളക്ടർ ലീവ് കൊടുത്തു. പറഞ്ഞത് ഞാനൊന്നും പഠിക്കുന്ന കാലത്ത് ഇതുപോലെയൊന്നും അധികം ലീവൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും വേറെ ഏതെങ്കിലും ഒരു ശനി ഞായറൊക്കെ ചിലപ്പോ, ഞായറാഴ്ച വയ്ക്കണ്ടാവില്ല അല്ലെ, ശനിയാഴ്ച പകരം ചിലപ്പോ വയ്ക്കും. അങ്ങനെയൊക്കെയാണ്. ഞങ്ങളങ്ങനെ ഇപ്പോ യാത്ര ഓൾമോസ്റ്റ് കുന്നംകുളം എത്തിട്ടോ. അങ്ങനെ വെക്കാൻ പറ്റില്ല ഇപ്പൊ, കാരണം സമസ്തക്കാര് പ്രശ്നം ഉണ്ടാക്കിയത് കണ്ടില്ലേ. മന്ത്രി പറഞ്ഞു 15 മിനിറ്റ് മുമ്പും 15 മിനിറ്റ് ശേഷം കുറച്ചുകൂടെ ഈ വിട്ടുപോകുന്ന ദിവസങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എക്സ്ട്രാ അല്ലേ. അത് സമസ്തക്കാര് പ്രശ്നം ഉണ്ടാക്കിയില്ലേ, മദ്രസ പോകാൻ പറ്റില്ല. ഇതൊക്കെ എൻഡ് ഓഫ് ദ ഡേ ആർക്ക് വേണ്ടിയാണ്? കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മനസ്സിലാക്കുന്നില്ല. തീരുമാനം എടുക്കാനുള്ളതൊന്നും മന്ത്രിമാരില്ല. അതെ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ വരുമ്പോ അവധി കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അത്രേ അവർ മനസ്സിലാക്കുന്നുള്ളൂ. തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ കുട്ടികളെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സ്കൂളുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വളരെ നേരത്തെ എണീക്കണ്ട. ഞങ്ങളിപ്പോൾ എന്തായാലും രാവിലെ ഗുരുവായൂർ പോകാൻ വേണ്ടി നേരത്തെ എണീറ്റതാണ്. നിങ്ങൾ കുറച്ചു നേരം കൂടി കണ്ട് ഉറങ്ങിക്കോളേൻ, പക്ഷേ ഇത് ശീലാക്കണ്ട കേട്ടോ. രാവിലെ വരിയായിട്ട് KSRTCകൾ കോഴിക്കോടിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗുരുവായൂർ എത്തിയപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് മാറി നിന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി മൾട്ടി ലെവൽ പാർക്കിങ്ങിൻ്റെ അവിടെ ഇട്ടു. അമ്മമ്മയ്ക്ക് അധികം നടക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മമ്മേനെയും അമ്മായിനെയും ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവരെ അവിടുന്ന് കൂട്ടിയിട്ട് വരട്ടെ, എന്നിട്ട് കാണാം ഗൈസ്.
ഗുരുവായൂർ നന്ദനാണെന്ന് തോന്നുന്നു. ഇവനെക്കുറിച്ച് നമ്മളൊരു ഷോർട്സ് വീഡിയോ മുമ്പിട്ടുണ്ടായിരുന്നു. ശിവേലിക്ക് കഴിഞ്ഞിട്ട് പോവാണ്. ഇപ്പോഴേ ഗുരുവായൂരിൽ വീഡിയോഗ്രാഫി വളരെയധികം പ്രോബ്ലമാണ്. എനിക്ക് ഓൾറെഡി ഒരു വാർണിംഗ് ഒരു സെക്യൂരിറ്റി തന്നു. ഏതോ ഒരു പെണ്ണ് ഇവിടെ വന്നിട്ട് കേക്ക് മുറിച്ചിട്ട് പ്രശ്നം ഉണ്ടായതാണ്. അതുകൊണ്ട് എല്ലാ വ്ളോഗേഴ്സിനും പണി കിട്ടി. അമ്മമ്മേനെയും അമ്മായിനെയും തേടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോഴേക്കും അവർ ഇങ്ങോട്ട് എത്തി. അപ്പം പിന്നെ ഞാനും ഇങ്ങോട്ട് എത്തി. എന്നിട്ട് ഞാൻ ക്ലോക്ക് റൂമിൽ ഫോണും ചെരുപ്പൊക്കെ കൊടുത്തിട്ടേ ഇപ്പോൾ തൊഴാൻ പോവുകയാണ്. അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം ഗൈസ്. കൃഷ്ണ ഗുരുവായൂരപ്പ, അങ്ങനെ നമ്മൾ പകുതി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. എന്തായാലും അമ്മമ്മയ്ക്ക് ഉള്ളിൽ പോയിട്ട് അതായത് ശ്രീകോവിലിൻ്റെ അടുത്ത് വരെ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ മറ്റേ നട ഉണ്ടല്ലോ അവിടെ പോയിട്ട് വീൽ ചെയറിൻ്റെ സൗകര്യം ഉള്ളതുകൊണ്ട് അമ്മമ്മയ്ക്ക് എന്തായാലും അത്യാവശ്യം തൊഴാനൊക്കെ പറ്റി. അവിടെ ക്യൂ ഭയങ്കര കൂടുതലാണ്, അവരെ കൊണ്ട് പറ്റില്ല. ഈ ദേവസ്വത്തിൻ്റെ ആൾക്കാർ നമ്മളെ സഹായിച്ചു, എന്നാൽ പോലും കുറച്ചെങ്കിലും നിൽക്കണം, അത് അവർക്ക് വയ്യ, അതുകൊണ്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അവിടെ നിന്നൊക്കെ ഒന്ന് തൊഴുത് ഇപ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം അമ്മയൊക്കെ അവിടെ ആ നൃത്ത കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കത്തോളൂ. ഞാൻ അച്ഛനും അമ്മയെ കൂടിയിട്ട് ഒന്നുകൂടി ഉള്ളിൽ പോയി തൊഴാൻ പറ്റും നോക്കട്ടെ. ഇന്ന് തിരക്ക് കുറവാണ്. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് തൊഴതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അമ്മമ്മയ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ കുറേ കലാകാരികളുടെ ഡാൻസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവർ കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് എന്തായാലും പോയി തൊഴുകാം. ദർശനം കഴിഞ്ഞിറങ്ങിയതും നേരെ മുന്നിലുള്ള ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ആ സമയത്ത് ഫോൺ കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ കാഴ്ചകളൊന്നും ഉൾപ്പെടുത്താതിരുന്നത്. അവിടുത്തെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയും വന്നു ഇരിക്കുകയായിരുന്നു. ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നത് ആദ്യമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. അയ്യോ, ഇവിടെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര പണിയാണ്, ആളുകൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാലും ഞാൻ തഞ്ചത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നു. ഗുരുവായൂർ വരുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ എടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു, നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. സമയം ഏതാണ്ട് 9-9:30 ഉണ്ട്. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാവും തിരക്ക് കുറവാണ്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫോണൊക്കെ അമ്മടയിലും ഒക്കെ കൊടുത്തിട്ട് ക്യൂ നിൽക്കട്ടെ. 5 മണിക്കൂറില്ല, എന്നാലും ഒരു 4.25 മണിക്കൂറിന് ശേഷം അങ്ങനെ നമ്മളുടെ സെക്കൻഡ് ടാസ്കും അക്കംപ്ലിഷ് ചെയ്തിരിക്കുകയാണ്. 9:30 ക്യൂവിൽ കയറിയിട്ട് സമയം ഇപ്പോൾ 1:45. 4.25 മണിക്കൂർ ക്യൂ നിന്നിട്ട് എല്ലാ പൂജകളും ഇടയിൽ കൂടെ നടന്നു. അതായത് ഉദയാസ്തമന പൂജ, ഉഷപൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുതിരിക്കുകയാണ്. തിങ്കളാഴ്ച വന്നതുകൊണ്ട് മാത്രമാണ് നടന്നത്. വല്ല ശനി ഞായറും ആയിരുന്നെങ്കിൽ മോസ്റ്റ്ലി ക്യൂ നിന്നിട്ട് ഇടയിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. തിങ്കളാഴ്ച ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഇത്തവണ ഗുരുവായൂരപ്പനെ തൊഴുന്ന് മനസ്സിൽ വിചാരിച്ചു. എത്ര സമയം ഇനി വൈകുന്നേരം 6 മണി വരെ നിൽക്കേണ്ടി വന്നാലും ക്യൂ നിൽക്കണം എന്ന് വിചാരിച്ചു, അല്ല തൊഴാമെന്ന് വിചാരിച്ചു. കൂടെ അച്ഛനും അമ്മായിയും വന്നു. അമ്മമ്മയും മാമനൊക്കെ ഇവിടെ ഇരിക്കുകയായിരുന്നു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ ഡാൻസൊക്കെ കണ്ടങ്ങനെ ഇരുന്നു. പിന്നെ എനിക്ക് സമയം പോകാനായിട്ട് എൻ്റെ സുഹൃത്ത് വൈശാഖും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. അതൊരു അൺഎക്സ്പെക്റ്റഡ് മീറ്റായിപ്പോയി. ഇവിടെ വെച്ച് കണ്ടു. അപ്പോൾ അവൻ ചെരുപ്പെടുക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് നല്ലൊരു ദർശനം കിട്ടി. എത്ര നാൾക്ക് ശേഷം അറിയാം ഗുരുവായൂരപ്പൻ്റെ. നിങ്ങൾക്ക് ഗുരുവായൂരൊക്കെ വരുന്നവർക്ക് അറിയാമല്ലോ, ഗുരുവായൂരപ്പ ദർശനം കിട്ടണമെങ്കിൽ നല്ല ടാസ്ക്കാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്തിനാണ്, അതായത് ക്യൂ നിൽക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ പൂജ നടക്കുന്ന സമയത്ത് സൈമൾട്ടേനിയസ് ആയിട്ട് ദർശനം കൂടി നടന്നൂടെ? എനിക്ക് അറിയുന്നില്ല ഇത്രയും. കാരണം 4.25 മണിക്കൂറൊക്കെ ക്യൂ, അതൊരു വർക്കിംഗ് ഡേയിൽ ക്യൂ നിൽക്കാനൊന്നും ഒരു പ്രശ്നമില്ല നമുക്ക്. ഞാൻ അതുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഒരുപാട് തരത്തിലുള്ള ആൾക്കാർ പല ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ടല്ലോ. സോ ഇത്രയ്ക്ക് മുഷിപ്പിക്കുന്നത് കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ആവട്ടെ, ഭഗവാനെ കാണണമെങ്കിൽ കുറച്ച് ക്യൂ നിൽക്കണം അല്ലേ. ഞാൻ 2 കൂട്ടരുടെയും കൂടെയാണ്, നല്ല ഇത് കുറച്ച് കൂടുതലാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം. എന്തായാലും ഗുരുവായൂർ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാം. പൈസയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗുരുവായൂർ ദർശനം? നല്ല
പ്രതീക്ഷിക്കാതെ വന്നതാണ്. 3-4 മണിക്കൂർ വെയിറ്റാലും പെട്ടെന്ന് കാണാൻ പറ്റി. അതെ അതെ പാൽ പായസം കിട്ടി. അതെ, ഇവനെ സംബന്ധിച്ചിടത്തോളം പാൽപ്പായസം കിട്ടി, അത് വലിയൊരു കാര്യമാണ്. അവൻ ആ ഗ്യാപ്പിൽ പായസം വാങ്ങി. ചെരുപ്പെടുക്കാനാ വിചാരിച്ചിട്ടാ പോയത്. തിരക്കുണ്ടായിരുന്നില്ലേ, പെട്ടെന്ന് വാങ്ങിച്ചോ. അജീനെ ഇവിടെ ഇറക്കി നിർത്തി. അല്ല, അത് കിട്ടിയാലും അവർക്ക് പറ്റില്ലേ. ഞങ്ങളവിടെ കൊടിമരത്തിന്റെ അവിടെ നടക്കാന്നുണ്ടെങ്കിൽ അവർ കടത്തി വിടാന്ന് പറഞ്ഞു. അതെ, ഇല്ല, അവർക്ക് എന്നാലും കുറച്ച് നിക്കണല്ലോ. ഇരുന്നിട്ട് വീൽ ചെയറിൽ കൊണ്ടുപോയിട്ട് അതിന്റെ ഉള്ളിലൊക്കെ നല്ല തള്ളാണ്. അതെ അതെ. ഗുരുവായൂരിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടേ ഹോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മൾ പെട്ട പാട്. ഹോട്ടലുകൾ ഇല്ലാത്തതുകൊണ്ടല്ല, കൂടുതലും ഈ കുഴിമന്തിയൊക്കെ കിട്ടുന്ന ഹോട്ടലുകളായിരുന്നു. അത് വേണ്ടെന്ന് വെച്ചു. അവസാനം നമ്മുടെ പട്ടാമ്പിയുടെ സ്വന്തം ദർബാർ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ദർബാറിലെത്തിരിക്കുകയാണ്. കഴിഞ്ഞ ന്യൂ ഇയറിന് ഇവിടെ വന്നു. കഴിഞ്ഞ ന്യൂ ഇയറല്ല, ഈ ന്യൂ ഇയർ. ഓർമ്മല്ലേ അത്? പുറത്ത് വന്നത് ഓർമ്മല്ലേ? ആ, അത് ഇവിടെയാണ്. അത് പക്ഷെ ഇവിടെ നിന്നല്ല, ഇന്ത്യ വേറൊരു ഹോളിലായിരുന്നു. അതെ. 2 ചപ്പാത്തിയും കുറച്ച് പനീർ കറിയും അതുപോലെ തന്നെ കുറച്ച് വെജ് ഫ്രൈഡ് റൈസും പനീർ കറിയും. അതാണ് ഇന്നത്തെ ലഞ്ച്. അങ്ങനെ 4-4:30ക്കാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. ഇനിയിപ്പോൾ വൈശാഖ് നമ്മളോട് പിരിയുകയാണ്. വൈശാഖിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നു. അപ്പോൾ ഉടനെ തന്നെ വൈശാഖിൻ്റെ ഒക്കെ ഒപ്പം നമ്മളൊരു യാത്ര നടത്തുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളുമൊക്കെ ആയിട്ട് അതായിരിക്കില്ല അടുത്ത വ്ളോഗ്. അത് പിന്നെ അല്ലേ, അത് ഇവിടേക്കാണെന്ന് നമ്മളിപ്പോൾ പറയണ്ട. കുറച്ച് കാഴ്ചകൾ സസ്പെൻസ് ഇരിക്കട്ടെ. അങ്ങനെ രാവിലെ ഏതാണ്ട് 5:15 പുറപ്പെട്ട യാത്ര വൈകിട്ട് 5:15 തിരിച്ചു വന്നു. ഒരു ഹാഫ് ഡേ ലീവ് എടുത്ത് പോയതാണ് ഞാൻ. അത് അവസാനം ഫുൾ ഡേ ലീവായി മാറി. ഇവിടെ വന്നപ്പോഴേക്കും എൻ്റെ കാലിന് ചുറ്റും ഒരാൾ ഇങ്ങനെ ഊട്ടി കളിക്കുന്നുണ്ട്. അവൻ്റെ ഒരു സ്നേഹം കണ്ടോ? ഇത്ര സമയം ഞങ്ങളെ കാണാത്തതിൻ്റെ ഒരു വിഷമമാണ്. സോ മറ്റൊരു ഗുരുവായൂർ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം.